എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മധുരപലഹാരമാണ്. ഇപ്പം ഈ ഒരു ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കശുവണ്ടി എല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റ് ആണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ക്യാരറ്റ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ക്യാരറ്റ് തോരനൊക്കെ അരിയില്ലേ, അതുപോലെ ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ല പൊടിപ്പൊടിയായിട്ട് വേണം ക്യാരറ്റ് ഇരിക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ക്യാരറ്റ് എല്ലാം നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റ് വഴറ്റുന്ന സമയത്ത് തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. കാരണം ക്യാരറ്റ് കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തന്നെ തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ലഡുവൊക്കെ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളും. കാരണം അത്ര ടേസ്റ്റിയാണ്. നമുക്കിതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. തന്നെയല്ല നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മധുരപലഹാരമാണ്. ഇപ്പോൾ ഈ ഒരു ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീടുകളിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പം ഞാൻ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടൊന്ന് മാറി അതിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പാൽപ്പൊടിയെല്ലാം ക്യാരറ്റുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽപ്പൊടിക്ക് പകരം പാല് ചേർക്കരുത്. കാരണം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലഡുവിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പാൽപ്പൊടിയെല്ലാം ഇവിടെ ക്യാരറ്റിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ ക്യാരറ്റിന് 3/4 കപ്പ് പഞ്ചസാര. പിന്നെ പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ലഡുവാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പഞ്ചസാരയെല്ലാം ക്യാരറ്റുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഇത് ചൂടാകുന്ന സമയത്ത് പഞ്ചസാരയെല്ലാം ഒന്ന് നല്ലപോലെ അലിഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലപോലെ വറ്റി നല്ല തിക്കായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാരയെല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ലഡുവിന് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചിരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പഞ്ചസാരയെല്ലാം അലിഞ്ഞു വന്നത് നന്നായിട്ടൊന്ന് വറ്റി നല്ല തിക്കായിട്ട് വരുന്നത് വരെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു 20 മുതൽ 30 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മധുരപലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ക്യാരറ്റ് ലഡു. അപ്പോൾ നമ്മുടെ പഞ്ചസാര അലിഞ്ഞതെല്ലാം നല്ലപോലെ ഒന്ന് വറ്റി ക്യാരറ്റ് എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമൊന്നുമല്ല. കണ്ടില്ലേ, ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റ് എല്ലാം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ ഒരല്പം നെയ്യ് ഒന്ന് തൂവിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കണം നിർബന്ധമില്ല. അല്ലാതെ കൊണ്ട് ഏതെങ്കിലും ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക.
അതിനുശേഷം ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെന്നൊരിക്കലും വെറുതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ലഡ്ഡു പോലൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു കൗതുകമായിരിക്കും. അപ്പോൾ ഈ ഒരു ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബേക്കറിയിൽ നിന്നും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലൊരു മധുരപലഹാരം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.